ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ട് ഒരു വെറൈറ്റി ഷവർമ ഉണ്ടാക്കിയല്ലോ. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ചെറിയ പീസ് ക്യാബേജാണ്, ഒരു ക്യാരറ്റ്, പിന്നെ ചെറിയ ക്യാപ്സിക്കാണ് എടുത്തത്, പിന്നെ 3 പീസ് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതും കുറച്ച് മല്ലിയിലയാണ്. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം ചിക്കനും മല്ലിയിലയാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലൊരു പിഞ്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നല്ലോണം നമുക്ക് മിക്സാക്കി എടുത്ത് ഇതും അവിടെ മാറ്റി വെക്കാം. അതിനുശേഷം ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച മയോണീസാണ്. മയോണീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ എൻ്റെ ഉണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങളിഷ്ടമുള്ള മോഡലിൽ മയോണീസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയാലും മതി. നമുക്കിത് നന്നായിട്ട് മയോണീസും പിന്നെ വെജിറ്റബിളും ചിക്കനും ഒക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായി ഞാൻ മിക്സാക്കി എടുത്തതാണ്. ഇതുപോലെ മിക്സാക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മാവ് ക്രീമി പോലെ കലക്കിയതിന് ശേഷം ഇതുപോലെ ക്രീം പോലെ തന്നെ ആക്കണം കേട്ടോ. ഇതുപോലെ 4 ചുറ്റിലും പുരട്ടിയതിന് ശേഷം നമ്മൾ വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിനാവശ്യമുള്ളൂ. അധികം എണ്ണയൊന്നും കുടിക്കില്ല. അതുകൊണ്ട് നല്ല ഒന്നുകൊണ്ടും പേടിക്കാണ്ട് നമുക്ക് തിന്നാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ്. ഇനി ബ്രെഡൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയാണ് അതിൽ മുക്കി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അതിനുശേഷം ഈ സൈഡ് വശമൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാവൊക്കെ പുരട്ടിയതാണ്. അതിന് മുട്ടയും അതൊക്കെ കുറച്ച് സമയം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇപ്പോൾ അതൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിതൊക്കെ ഇതുപോലെ 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചായക്കടി റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇതുപോലെ നല്ല പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.